ദിവസങ്ങൾ കടന്നു പോകെ ഛർദിയും ക്ഷീണവും ഒക്കെ കാണും നിവി വല്ലാതെ തളർന്നു തുടങ്ങി. ഒന്നും കഴിക്കാൻ പോലും ആകാതെ തളർന്നു പോകുന്നവളെ കാണി അബിയെപ്പോലെ തന്നെ നിരഞ്ജനം വല്ലാതെ വിഷമിച്ചു. മിക്കവാറും ദിവസങ്ങൾ നിവിയെ ട്രിപ്ലൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നതോടെ ആര്യയും നിരഞ്ജനും വേദിയും അബിയുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ശാരദാമ്മയെ ഒറ്റയ്ക്കാകാതെ അവരെയും കൂടെ കൂട്ടിയിരുന്നു. ഈ കരിക്കും വിളങ്ങ് കുടിച്ച നിവി ഹാളിൽ സെറ്റിൽ ചടഞ്ഞുകൂടി കിടക്കുന്ന നിവിയുടെ അടുത്തിരുന്ന് ആര്യ പറഞ്ഞു, എനിക്ക് വേണ്ട ചേച്ചി, കുടിക്കുമ്പോഴേക്കും വീണ്ടും ഛർദിക്കും, എനിക്ക് വയ്യ, എൻ്റെ തൊണ്ടയൊക്കെ വല്ലാതെ വേദനിക്കുക. ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് അവളെ നോക്കി നീവി പറഞ്ഞു, കുടിച്ചിട്ട് ഛർദിച്ചാൽ അതങ്ങ് പോട്ടെ, ഇപ്പൊ തന്നെ നോക്ക്, ആകെ മുഴുവനും സൂചി കുത്തി കുത്തി അതിന്റെ പാടായി. ആ വേദന ഇങ്ങനെ സഹിക്കുന്നതിൽ നല്ലതല്ലേ മോളെ ഈ വെള്ളം കുടിക്കുന്നത്. അവൾ വെളുത്ത കൈ തണ്ടയിലെ ചുവന്നതും നീലച്ചതുമായ പാണുകളിൽ തഴുക്കി കണ്ട ആര്യ അലിവോടെ പറഞ്ഞു. മെല്ലെ മോളെ നിവി താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി ആ ഗ്ലാസ് എടുത്ത് അവൾ ചുണ്ടോട് മുട്ടിച്ചു കൊടുത്തു ആര്യ. മതി, ഇനി പിന്നെ കുടിക്കാം. അല്പല്പമായി അത് കുടിച്ചിറക്കിയിട്ട് നിവി മെല്ലെ പറഞ്ഞു, ആശ്വാസം തോന്നുന്നുണ്ടോ മോളെ? മിഷനിൽ നിന്നും എടുത്ത തുണിയൊക്കെ മുറ്റത്തെ അയിൽ വിരിച്ചിട്ട് കയറി വന്ന രാധിക അവൾക്ക് അടുത്തേക്ക് വന്ന് ഇരുന്ന് ചോദിച്ചു. കുഴപ്പമില്ല ആൻറ്റി, നേർത്തൊരു ചിരിയോടെ പറയാൻ ശ്രമിച്ചു നിവി. 3 മാസമൊക്കെ കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും കേട്ടോ. കരിക്കിൻ വെള്ളം പോരണ്ട അവൾക്ക് അവളും ചുണ്ടുമൊക്കെ തുടച്ചു കൊടുത്ത് അതിയായ സ്നേഹത്തോടെ ആര്യ പറഞ്ഞു. അവളൊന്ന് മോളിക്കൊണ്ട് ആര്യയുടെ ചുമലിൽ ചാഞ്ഞിരുന്നു. നീ കൊച്ചി നോക്കിക്കൊള്ളണേ ആര്യയെ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അവിടെ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ജോലിയൊന്നും ആയിട്ടില്ല. ആര്യോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് രാധിക അടുക്കളയിലേക്ക് പോയത്. വാടിത്തളർന്നിരിക്കുന്നവളെ സെറ്റിയിലേക്ക് ചായച്ചു കിടത്തി തല ഉയർത്തി മടിയിൽ വെച്ച് മെല്ലെ അവൾക്ക് അവൾ തലോടി ആര്യ. ആ തലോടി ലയിച്ച് മെല്ലെ കണ്ണും കടച്ചു കിടന്നു നിവിയും. ഒഴിവാക്കാൻ പറ്റാത്തൊരു വിവാഹ ചടങ്ങിന് പോയതാണ് അബിയും നിരഞ്ജനും കൂടെ. ചടങ്ങുകൾ കഴിഞ്ഞതും ഗിഫ്റ്റും കൊടുത്ത് ഒരു ഫോട്ടോയും എടുത്ത് ഊണൊന്നും കഴിക്കാൻ നിൽക്കാതെ ഇറങ്ങി രണ്ടാളും. അന്നേരമാണ് ആഫിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. എന്താടാ, ആരെ വിളിച്ചത്? നീ കോൾ എടുക്ക്. കോൾ എടുക്കാതെ ഫോണിൽ നോക്കി നിൽക്കുന്ന ആഫിയുടെ കയ്യിലും തട്ടിക്കൊണ്ടാണ് നിരഞ്ജൻ പറഞ്ഞത്, ഇത് മുരളിയാണ്, ആ പ്രവീണിന്റെ ഫ്രണ്ട്. കടുത്ത ദേഷ്യത്തോടെ അബി പറഞ്ഞു. ആരായാലും എന്തേലും നീ എടുക്ക്, കാര്യം അറിയാലോ. നിരഞ്ജൻ പറഞ്ഞതിനൊന്നും മോളിക്കണ്ട് കോൾ എടുത്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു അബി. മറുപുറത്തുനിന്നും എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ലെങ്കിലും അബിയുടെ മുഖം കാണി വാർത്ത അത്ര നന്നല്ല എന്ന് മാത്രം മനസ്സിലാക്കി നിരഞ്ജൻ. മറുപടിയൊന്നും പറയാതെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ ഫോൺ കട്ട് ചെയ്ത് വിച്ചനെ നോക്കി കാറിൽ ചാരി കൈയും കെട്ടി നിന്നു നിരഞ്ജൻ. എന്തു പറ്റി അബി? ആരെ വിളിച്ചേ? നിന്റെ മുഖമാകെ മാറിയല്ലോ. കടുത്ത മുഖത്തോടെ തനിക്ക് അടുത്തേക്ക് വന്നവനോട് നിരഞ്ജൻ ചോദിച്ചു. അത് അയാളാണ് വിളിച്ചത്, ആ മുരളി. ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ പറഞ്ഞു അബി. എന്താടാ കാര്യം? അബിയെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ തിരക്കി. അയാൾക്ക്, ആ പ്രവീണ് ആക്സിഡന്റ് ആയെന്ന്. കൈക്കും കാലിലുമൊക്കെ ഒടിവും നടുവിനെന്തോ പ്രശ്നവും ഒക്കെ ഉണ്ടെന്ന്. ആദ്യം കുറച്ച് ക്രിട്ടിക്കലായിരുന്നു, ഇപ്പോ ഓക്കെ ആയി എന്നൊക്കെയാണ് പറഞ്ഞത്. കാറിലേക്ക് കയറിയിരുന്നോണ്ടാണ് അബി പറഞ്ഞത്. അതിപ്പോ നിന്നെ വിളിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം നീ ചോദിച്ചില്ലത്? ചോദിച്ചുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് നിരഞ്ജൻ. വേദുവിനെ ഒന്ന് കാണണമെന്ന് അയാൾ പറഞ്ഞത്. ഇതിപ്പോ ആക്സിഡന്റ് ആയിട്ട് 1 മാസത്തോളമായെന്ന്. ഇന്നലെയാണ് ഡിസ്ചാർജ് ആയത് എന്നാണ് പറഞ്ഞത്. എറണാകുളത്തെ ഏതോ ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെന്റ്. അത്രയും ദൂരം കുഞ്ഞിനെ കൊണ്ട് പോകണ്ട എന്നോർത്താണ് നേരത്തെ വിളിക്കാതിരുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവനിപ്പോ എവിടെയാണ്? വയനാട്ടിലോ ഇവിടെയോ? അഭി പറഞ്ഞു കേട്ടിരിക്കുകയെന്ന നിരഞ്ജൻ തിരക്കി. ഇപ്പോ ഇവിടെയുണ്ടെന്ന്, മുരളിയുടെ വീട്ടിൽ. ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നെന്ന്. ഇതിപ്പോ ആരോട് എങ്ങനെ പറയാന്നാണ് അഭി ആലോചനയോടെ പറഞ്ഞു. ആരോട് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? അവളോട് പറയണം, പിന്നെ മോളോടും. മോൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നല്ല, അവൾക്ക് കാണണമെന്ന് തന്നെ പറയും. അവളെയും കൊണ്ടുപോയി കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും പ്രവീണിന്റെ മകളാണ് വേദ, അവന്റെ ചോരയാണ് അവൾ. അത് ആർക്കും മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ബി, അത് പരമമായ സത്യമാണ്. ചെറുചിരിയോടെയാണ് നിരഞ്ജൻ പറഞ്ഞതെങ്കിലും ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്ന നോവ് അബിക്ക് മനസ്സിലായി. പിന്നീട് വീടെത്തുവോളം അതിനെക്കുറിച്ചൊരു വർത്തമാനവും അബിയിൽ നിന്നും ഉണ്ടായില്ല. എന്തിനാ ഇനി എന്റെ കുഞ്ഞിനെ അയാൾ കാണുന്നത്? എനിക്ക് സമ്മതമല്ല. അയാൾ ഇനി ചാവാൻ കിടക്കുകയാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ എങ്ങോട്ടും വിടുവില്ല അബി. അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരില്ലെന്ന്. പ്രവീണിന്റെ കാര്യം പറഞ്ഞതും ആരി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ ആദ്യം ഒന്ന് സമാധാനമായിട്ട് ആലോചിക്ക്. മോൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തടയാൻ പറ്റില്ലായിരിക്കേ. അബി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവളോട് പറയണ്ട, അവൾ അറിഞ്ഞാലല്ലേ കാണാൻ ആഗ്രഹം ഉണ്ടാവൂ. ഇങ്ങനെ ഒരച്ഛനെ എൻ്റെ മോൾക്ക് ആവശ്യമില്ല. പറയുമ്പോൾ ആര്യയ്ക്ക് വല്ലാത്ത ദേഷ്യമോ സങ്കടമോ വാശിയോ ഒക്കെ തോന്നി. അത് കേട്ടിരുന്ന രാധിക്കയോ നിവിയോ നിരഞ്ജനൊന്നും മിണ്ടിയില്ല. അമ്മ,
സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് കയറുന്ന വാതിൽക്ക് നിന്ന് വിളിച്ചതാണ് വേദു. സ്കൂളിൽ നിന്ന് വന്നതാണ് അവൾ. സാധാരണ ആരെങ്കിലും ഗേറ്റിന് അടുത്ത് നിൽക്കും. ഇന്നൊരൽപ്പം നേരത്തെ സ്കൂൾ ബസ് എത്തിയതുകൊണ്ടാണ് ആരും ഗേറ്റിന് അടുത്തേക്ക് പോവാത്തത്. ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ്. ആര്യ അവളെ നോക്കാതെ മുഖം കുനിച്ചു കളഞ്ഞു. നിവിയും അഭിയും രാധികയും വേദു എന്താണ് പറയാൻ പോകുന്നത് എന്നൊരു ടെൻഷനോടെ ഇരുന്നപ്പോൾ നിരഞ്ജൻ മാത്രം ചെറുചീരിയോടെ വേദയെ നോക്കിയിരുന്നു. അവൾ എന്തു പറയുമെന്നത് അറിയാമെന്നതുപോലെയായിരുന്നു ആ ഇരിപ്പ്. അമ്മ എന്താ വേദുവിനെ നോക്കാത്തത്? ചുമരിൽ കിടന്ന ബാഗ് നിവിയുടെ അടുത്ത സെറ്റിലേക്ക് വെച്ചിട്ട് ആര്യയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ടാണ് വേദു ചോദിച്ചത്. എനിക്ക് ഒന്നുമില്ല. നീ ഇപ്പോൾ യൂണിഫോം മാറ്റി മേല് കഴുകി വാ, അമ്മ ചായ എടുത്ത് വെക്കാം. ആദ്യം ഒന്ന് പതറിയെങ്കിലും അതൊക്കെ ഒഴിവാക്കി ആര്യ പറഞ്ഞു. വയ്യാതെ കിടക്കുന്ന അച്ഛനെ ഞാൻ കാണാൻ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? യാതൊരു മടിയും കൂടാതെയാണ് വേദു ചോദിച്ചത്. വേദു, നീ പോയി വേഷം മാറിയിട്ട് വാ. ഇതുപോലെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. കൂടുതൽ പറയാൻ താല്പര്യമില്ലാത്തതുപോലെ ആര്യ അവിടുന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. എനിക്ക് അച്ഛനെ കാണാൻ പോണം അമ്മ. അച്ഛയ്ക്ക് എന്താ വയ്യേക്കെന്ന് എനിക്കറിയൂല. പക്ഷെ എന്നെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. എനിക്കും അച്ഛയെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ അച്ഛയെ കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലേ. ഒന്ന് പോയി കണ്ടിട്ട് ഓടി വന്നേക്കാൻ ഞാൻ. വേദു ഉറക്കെ പറഞ്ഞു കേട്ട് അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞ് ആര്യ ഒരു ഞെട്ടലോടെ തിരിഞ്ഞ് അവളെ നോക്കി. എന്നു മുതൽ അടി നിനക്ക് നിന്റെ അച്ഛയോട് ഇത്രയ്ക്ക് ഇഷ്ടമായത്? അയാൾ ചെയ്തു കൂട്ടിയത് ഒന്നും മറക്കണ്ട. ദേഷ്യത്തോടെ വേദുവിനെ പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് ആര്യ പറഞ്ഞത്. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കേയില്ലമ്മേ. ആര്യ പിടിച്ചിട്ടും വേദനിച്ചിട്ട് കണ്ണ് നിറച്ചുകൊണ്ടാണ് വേദു പറഞ്ഞത്. ആര്യയെ ആദ്യമായി ദേഷ്യം നിറഞ്ഞ് നിറഞ്ഞതിന്റെ ശബ്ദം അവിടെ ഉയർന്നു. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നോടി. അവൾ എന്ത് തെറ്റാ പറഞ്ഞത്? എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും പ്രവീൺ അവളുടെ അച്ഛനാണ്. അവർക്ക് പരസ്പരം കാണാനുള്ള അവകാശമുണ്ട് ആര്യയെ. നമ്മളത് വിലക്കാൻ പാടില്ല. നിറഞ്ഞ മിഴികളോടെ കൈ തടവിക്കണ്ട ആര്യെ നോക്കി നിൽക്കുന്ന വേദമുള്ള തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിരഞ്ജൻ പറഞ്ഞത്. അങ്കിൾ എന്നെ കൊണ്ടുപോകുമോ അച്ഛനെ കാണാൻ? വേദ നിറമിഴിയോടെ അവരെ നോക്കി. അങ്കിൾ കൊണ്ടുപോകാം, മോൾക്കറിയല്ലേ? ആര്യെ കടിപ്പിച്ചെന്ന് നോക്കിയിട്ട് ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് നിരഞ്ജൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ വേദുവിനെ നിരഞ്ജനെ നോക്കിയിരിക്കുന്നവരെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് പോയി ആര്യ. അന്ന് വൈകിട്ട് മംഗലത്തിലേക്ക് തിരികെ വന്നിട്ടും രാത്രി ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും ആര്യ വേദുവിനെയോ നിരഞ്ജനെയോ ഒന്ന് നോക്കിയത് പോലുമില്ല. ശാരദമ്മയോട് മാത്രം എന്ത് വർത്തമാനം പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞ് രണ്ടാളെയും നോക്കാതെ പാത്രവും എടുത്ത് പോയവളെ കണി രണ്ടാളും പരസ്പരം നോക്കി ചുണ്ടു പിളർത്തി. ആര്യ, താൻ ഉറങ്ങിയോ? രാത്രി വേദു ഉറങ്ങിക്കഴിഞ്ഞ് എന്ന് മനസ്സിലായ ശേഷം നിരഞ്ജൻ മെല്ലെ അവളോട് തിരക്കി. ഇല്ല. ഏതേതോ ചിന്തകളിൽ മുഴുകി ഉറക്കമില്ലാതെ കിടന്നവൾ പതിയെ പറഞ്ഞിട്ട് അടുത്തേക്ക് കിടക്കുന്ന വേദുവിനെ നോക്കി. അവളെ നോക്കണ്ട, എൻ്റെ കുഞ്ഞുറങ്ങി. എനിക്ക് ആരോട് സംസാരിക്കണം. ഒന്ന് ഹാളിലേക്ക് വാ. പറഞ്ഞിട്ട് ഒച്ചയുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിരഞ്ജൻ. ബെഡിൽ എഴുന്നേറ്റിരുന്ന ആര്യ മോളെ എന്നുകൂടെ നോക്കിയിട്ട് പതിയെ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നു. ഇവിടെ പാടൂ. ആര്യ ഹാളിലേക്ക് വന്നതും ഉമ്മർത്ത സോപാന പടിയിൽ കാലം നീട്ടിയിരുന്നു കൊണ്ട് നിരഞ്ജൻ അവളെ അങ്ങോട്ട് വിളിച്ചു. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല നിലാവ്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് കരുതി. അങ്ങോട്ട് ഇരിക്കേണ്ട ആര്യയെ. തൊട്ടുമുന്നിൽ കിടക്കുന്ന ചെയർ വലിച്ചിട്ട് ആര്യയുടെ തെളിച്ചമില്ലാത്ത മുഖത്തേക്ക് നോക്കി ചെറുചീരിയോടെ നിരഞ്ജൻ പറഞ്ഞു. അപ്പോഴൊന്നും മിണ്ടാതെയാണ് പെണ്ണൊരുത്തി ആ കാസാരിലേക്ക് ഇരുന്നത്. ആര്യേ, എടോ, തനിക്ക് എന്നോട് നിനക്ക് ദേഷ്യമാണോ? നിരഞ്ജൻ ചുമരിൽ ചാരി ഇരുന്നോണ്ട് തിരക്കി. ഇല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞു ആര്യ. പിന്നെ എന്താ എന്നോടും മോളോടും ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്? തന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഇരിക്കുന്നവളെ കാണി ചെറിയൊരു വിഷമത്തോടെ ചോദിച്ചു നിരഞ്ജൻ. കുറച്ചു ദിവസമായി അവൾക്ക് തന്നോട് തോന്നി തുടങ്ങിയ അടുപ്പം കുറഞ്ഞോ എന്നൊരു വിഷമമായിരുന്നു നിരഞ്ജനിൽ മുന്നിട്ട് നിന്നത്. ഇനിയും എന്തിനാ അയാളെ കാണാൻ പോകുന്നത്? വേദു അയാളെ കാണുന്നത് എനിക്കിഷ്ടമല്ല. നിറഞ്ഞ കണ്ണുകൾ ഒളിപ്പിക്കാൻ പാടുപെട്ടുകൊണ്ട് ആര്യ പറഞ്ഞത്. ആര്യയെ അവർ തമ്മിൽ കാണരുത് എന്ന് പറയാനുള്ള അധികാരം നിനക്ക് പോലുമില്ലടോ. എന്തൊക്കെ പറഞ്ഞാലും അയാൾ വേദമുള്ള അച്ഛനാണ്. അത് തേച്ചാലും മാച്ചാലും ഒന്നും ആ ബന്ധം മാഞ്ഞു പോകില്ല. ഇപ്പൊ അയാൾ കുറച്ച് മോശം ആരോഗ്യാവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ കഴിയുമ്പോൾ മോളെ കാണണമെന്ന് അയാൾക്ക് തോന്നുന്നതും വയ്യാത്ത അച്ഛനെ കാണണമെന്ന് കുഞ്ഞിന് തോന്നുന്നതും ഒന്നും തെറ്റല്ല. നിരഞ്ജൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും മോള് അയാളെ കാണുന്നത് എനിക്ക് പേടിയാണ്. ആര്യ വിങ്ങിലടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാടോ പേടി? മോളെ ഒറ്റയ്ക്കല്ലല്ലോ വിടുന്നത്. അബിയോ ഞാനോ കൂടെ പോകും. പിന്നെന്താ പ്രശ്നം? മുന്നോട്ട് ആഞ്ഞിരുന്ന നിരഞ്ജൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത്. വേദുവിന് അയാളെ വലിയ ഇഷ്ടമാണ്. അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യവും നാണക്കേടും ഒക്കെ തോന്നിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഇപ്പോഴും അയാളുടെ വയ്യൊക്കെ കാണുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കണമെന്ന് അവൾ പറഞ്ഞാലോ? അവളില്ലാതെ എനിക്ക് പറ്റില്ല. എൻ്റെ മോളില്ലാതെ എനിക്ക് പറ്റില്ല രഞ്ജു ചേട്ടാ. കരഞ്ഞു പറഞ്ഞിട്ട് നിരഞ്ജന്റെ
ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അതിൽ മുഖം ചേർത്ത് വെച്ചു ആര്യ. ആര്യ കണ്ണൊക്കെ തുടച്ച് എന്നെ നോക്കിക്കേ. അല്പം നേരം അവളുടെ ആ ഇരിപ്പും കരച്ചിൽ നോക്കിയിരുന്നവൻ അല്പം കടുപ്പത്തിൽ പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ മാറ്റം അറിഞ്ഞിട്ട് എന്ന പോലെ ആര്യ നേർത്തൊന്ന് മോളിക്കൊണ്ട് മുഖമുയർത്തി അവനെ നോക്കി. ആര്യ, വേദ പോകുന്നത് വയ്യാതെ കിടക്കുന്ന അവൾ അച്ഛനെ കാണാനാണ്. അല്ലാതെ തന്നെ വിട്ട് എന്നേക്കുമായി അയാൾക്കൊപ്പം പോകാനല്ല. ഇനി അയാൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും തന്നെയും എന്നെയും ഒന്നും വിട്ട് അവൾ പോകില്ലടും. അവൾ എവിടെ പോയാലും തൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അവൾ നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ല. എൻ്റെ മോളെ എനിക്കറിയാം, അവളെ മനസ്സും എനിക്കറിയാം. ആരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നിരഞ്ജൻ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ അവന്റെ നെഞ്ചിൽ കവൾ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചിരുന്നു ആര്യ. വേദുനും നിരഞ്ജനും അഭിയും കൂടെയാണ് മുരളിയുടെ വീട്ടിൽ കൊണ്ടുവന്നത്. മോളെ കൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. വാ, മോൾക്ക് അച്ഛനെ കാണണ്ടേ? അകത്തെ മുറിയിലാണ്. മൂവരെയും സ്വീകരിച്ച് ഹാൾ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞുകൊണ്ടാണ് വേദുവിനോടായി മുരളി അവളെ വിളിച്ചത്. നിരഞ്ജൻ അതിനൊന്നും മൂളിയെങ്കിലും അഭിയൊന്നും മിണ്ടിയില്ല. മോള് ചെന്ന് കണ്ടിട്ട് വാ. നിരഞ്ജൻ അവളുടെ തലയിൽ തലോടി പറഞ്ഞതും വേദു അവനെ നോക്കി പുഞ്ചിരിയോടെ തല അനക്കിക്കൊണ്ട് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് മുരളിയെ നോക്കി. വാ. മുരളി പറഞ്ഞതും വേദു നിരഞ്ജനെയും അഭിയും തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് അവനിപ്പം അകത്തേക്ക് പോയി. ഞാനോ അളിയനോ മോളെ കൂടെ പോകേണ്ടതായിരുന്നു. മുരളി ഹാളിന്റെ വലത് സൈഡിലെ രണ്ടാമത്തെ മുറിയിലേക്ക് വേദുമോളെ കൊണ്ടുപോകുന്നത് കാണി അഭി വല്ലായ്മയോടെ പറഞ്ഞു. എന്തിന്? ദേ ആ കാണുന്ന മുറിയല്ലേ, അവിടെ ഉറക്കിയെന്ന് ശ്വാസം വിട്ടാൽ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. പിന്നെന്താ? ചോദിച്ചുകൊണ്ട് അഭിയുടെ മുഖത്തെ വല്ലായ്മയിലേക്ക് നോക്കി നിരഞ്ജൻ. അയാൾ അവളെ ഉപദ്രവിക്കോ എന്നുള്ള ഭയമൊന്നും എനിക്കില്ലളിയ. ഒരുപാട് സ്നേഹപ്രകടനം ഒന്നും കാണിച്ചിട്ടില്ലെങ്കിലും പ്രവീൺ ഈ ലോകത്ത് ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദുമോളെയാണ്. അഭിമെല്ല പറഞ്ഞു. പിന്നെ അതിന്റെ പ്രശ്നം? നിരഞ്ജൻ ചിരിയോടെ തിരക്കി. എന്തെങ്കിലും പറഞ്ഞു മോളെ ഇവിടെ അയാൾക്കൊപ്പം പിടിച്ചു നിർത്തുമോ എന്നാണ് എന്റെ പേടി. അഭി മനസ്സിലുള്ളത് അതേപോലെ തുറന്നു പറഞ്ഞു. ചിലപ്പോ അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും. കേൾക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കായി പോയ വേദനയും അവൾക്ക് തോന്നിയേക്കാം. പക്ഷെ അത് വേദയാണ്, ആര്യയുടെ മകൾ. അവൾ വളർത്തിയ വേദമോൾക്ക് ഒരിക്കലും അയാൾക്കൊപ്പം നിൽക്കാനാവില്ല. ആത്മവിശ്വാസത്തോടെ നിരഞ്ജൻ പറഞ്ഞു കേട്ടിരുന്ന അഭിയിലും ആ നിമിഷം ആശ്വാസം തെളിഞ്ഞു. മോളെ. വേദു. വാതിൽക്കൽ നിഴലിനക്കം കണ്ട് മുഖം ചിരിച്ചു നോക്കിയ പ്രവീൺ അവളെ കാണി നിറകണ്ണുകളോടെ വിളിച്ചു. അച്ഛയ്ക്ക് എന്താ പറ്റിയേ? പ്രവീണിന്റെ കിടപ്പ് കണ്ട് ഉള്ളെന്ന് നൊന്ത വേദു നനപൂർന്ന മിഴികളോടെ അയാൾക്കടുത്ത് വന്നെന്ന് ചോദിച്ചു. ആക്സിഡന്റ് ആയതാണ് മോളെ. മോള് അവിടെ ഇരിക്ക്. വീട്ടിന്റെ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ട് കൊടുത്തിട്ട് മുരളി പറഞ്ഞു. ദേഹമൊക്കെ ഒത്തിരി മുറിഞ്ഞു അച്ഛേ, നല്ല വേദനയുണ്ടോ? പ്രവീണിന്റെ മുഖത്തെ തൊലി പോയ പാടുകളിലേക്ക് നോക്കി വേദു തിരക്കി. വേദനയൊക്കെ കുറവുണ്ടിപ്പോ. കുറച്ചുനാൾ ഈ കിടപ്പ് കിടക്കേണ്ടി വരും അച്ഛയ്ക്ക്. അടുത്ത ആഴ്ച കയ്യിലെ പ്ലാസ്റ്റർ ഇളക്കിയാൽ വയനാട്ടിലേക്ക് തിരികെ പോകാമെന്ന് കരുതുന്നു. അതിനു മുൻപ് എന്റെ മോളെ ഒന്ന് കാണണം അച്ഛയ്ക്ക് എന്ന് തോന്നി, അതാ വിളിച്ചത്. അങ്ങോട്ടും ഒന്ന് കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ. മോൾക്ക് ബുദ്ധിമുട്ടായോ? അടുത്തിരിക്കുന്ന തന്റെ പൊന്നോമനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ നിറഞ്ഞു തൂവിയ കണ്ണുകളോടെ ആ കിടപ്പ് കിടന്നുകൊണ്ട് അവളോട് പറഞ്ഞു പ്രവീൺ. ഇല്ലെന്ന് മൂളേതേയുള്ളൂ വേദു. എന്റെ മോളെ ഇനി എന്നാ അച്ഛയ്ക്കൊന്ന് കാണാൻ പറ്റുക? അവളെ തന്നെ നോക്കിയിരുന്നോണ്ട് പ്രവീൺ മെല്ലെ തിരക്കി. അച്ഛയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ രഞ്ജു അങ്കിളിനെ കൂട്ടി അങ്ങ് വന്നേക്കാം. പറയുമ്പോൾ അവൾ പോലും അറിയാതെ ആ ചുണ്ടിൽ ചിരി തെളിഞ്ഞത് പ്രവീണിനൊപ്പം മുരളിയും വ്യക്തമായി കണ്ടു. നിരഞ്ജന്റെ മോളെ ഒരുപാട് ഇഷ്ടമാണല്ലേ മോൾക്ക് അവിടെ സന്തോഷമാണോ? അവളുടെ മുഖത്തെ ആ ചെറുചിരിയിൽ അവളുടെ സന്തോഷം മനസ്സിലാക്കിയെങ്കിലും പ്രവീൺ എന്തോ ഒരു ആകൃതിയിൽ ചോദിച്ചു. പിന്നല്ലാതെ, അങ്കിളിന് എന്നെ ജീവനാണ്. ഞാനിവിടെ ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പി. നിറഞ്ഞ ചിരിയോടെ വേദു പറഞ്ഞു. അമ്മയ്ക്കോ? മടിച്ച് പ്രവീൺ തിരക്കി. അമ്മയും ഹാപ്പിയാണ്. രഞ്ജു അങ്കിളിന് അമ്മയും ഇഷ്ട, അമ്മയ്ക്കും ഇഷ്ട. എല്ലാവരും ഹാപ്പിയാണ്. ഇനി അച്ഛയും ഹാപ്പി ആവണം. പുഞ്ചിരി മായാതെ വേദു പറഞ്ഞു. അച്ഛയുടെ സന്തോഷമൊക്കെ അച്ഛയെ തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. ഇനി ആ സന്തോഷം ഈ ജന്മം തിരികെ കിട്ടില്ല അച്ഛയ്ക്ക്. ഇപ്പൊ എന്റെ മോളും അവളുടെ അമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നതാണ് അച്ഛയുടെ സന്തോഷം. ഈ അപകടം ഉണ്ടായപ്പോൾ അച്ഛയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മോളെ ഒരിക്കൽ കൂടെ കാണണമെന്ന്. നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ അവളെ നോക്കി പറഞ്ഞു പ്രവീൺ. ആര് പറഞ്ഞു അച്ഛയ്ക്ക് സന്തോഷം നഷ്ടമായെന്ന്? അച്ഛൊരു വിവാഹം കഴിക്കണം. അമ്മയ്ക്ക് രഞ്ജുവെങ്കിൽ കൂട്ടിനുള്ളതുപോലെ അച്ഛയ്ക്ക് ഒരു കൂട്ടുണ്ടാവണം. അപ്പൊ സന്തോഷമുണ്ടാകും. നല്ല കുട്ടിയായി അച്ഛ ജീവിക്കുന്നത് വേദുവിനെ കാണണം. മുരളിയെങ്കിൽ പറഞ്ഞു. അച്ഛാ, ഇപ്പോ നല്ല കുട്ടിയെന്ന്. ഇനി വേദുവിനെ കാണാൻ അച്ഛ വരുമ്പോ ആ കൂട്ട് അച്ഛയ്ക്കൊപ്പം ഉണ്ടാവണം. അച്ഛയ്ക്ക് വേദുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മതി. പക്വത എത്തിയ ഒരാളെ പോലെ വേദു പറയുന്ന കേട്ടുന്ന പ്രവീൺ പകപ്പോടെ വാതിൽക്കൽ നിൽക്കുന്ന മുരളിയെ നോക്കി. എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? പ്രവീൺ വേദനയോടെ അവളോട് തിരക്കി. അച്ഛാ, കല്യാണം കഴിക്കുന്നെന്ന് കൊച്ചു പറഞ്ഞത് നീ കേട്ടില്ലേ പ്രവീണെ? അവൾ പറഞ്ഞത് ഒരു നല്ല കാര്യല്ലേ?
നിരഞ്ജനും അഭിയും ചായ കൊടുത്തിട്ട് വേദുവിനുള്ളതുമായിട്ട് മുറിയിലേക്ക് കയറി വന്ന മുരളി പുഞ്ചിരിയോടെ പറഞ്ഞു, മോൾക്ക് വാക്ക് താച്ചേ, അച്ഛൻ വേറെ വിവാഹം കഴിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കുമെന്ന് പ്രായത്തേക്കാൾ ഏറെ പക്വതയോടെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കൈ നീട്ടി വേദു. ഞാൻ അച്ഛക്ക് കൈ നീട്ടാൻ പറ്റില്ല മോളെ, വിങ്ങുന്ന നെഞ്ചിലെ നോവടക്കി പ്രവീൺ പറഞ്ഞു. അതിനിപ്പോ എന്താ, നിന്റെ അച്ഛനെ കൊണ്ട് സത്യം ചെയ്യുന്ന കാര്യം മംഗളേറ്റു പറഞ്ഞിട്ട് മുരളി പ്രവീണിന്റെ അല്പം മാത്രം ഉയർത്താൻ പറ്റുന്ന വലത് കൈ ഉയർത്തി വേദമുള്ള തലയിൽ തൊഴിപ്പിച്ചു. ദാ വേറെ വിവാഹം കഴിച്ച് നന്നായി ജീവിച്ചോളാമെന്ന് മുള്ള തലയിൽ തൊട്ട് അച്ഛൻ സത്യം ചെയ്തു ചിരിയോടെ പറഞ്ഞിട്ട് പതിയെ പ്രവീണിന്റെ കൈ താഴ്ത്തി ബെഡിലേക്ക് വെച്ചു മുരളി. എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ അല്ല അതിലേറെ ഇഷ്ടമാണ് അമ്മയെ. എൻ്റെ അമ്മയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി ഒരിക്കലും അമ്മയും അച്ഛനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കില്ല. വേറെ വേറെ ആണെങ്കിലും എനിക്ക് അച്ഛയും അമ്മയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി. മുരളി കൊടുത്ത ചായ അല്പം കുടിച്ച് മാറ്റി വെച്ചിട്ട് പ്രവീണിന്റെ നെറ്റിയിൽ മെല്ലിന്ന് ഉമ്മ വെച്ചുകൊണ്ടാണ് വേദു പറഞ്ഞത്. മോളെ. പ്രവീണിന് അവളെ ശബ്ദത്തിലെ വേദന മനസ്സിലായതുപോലെ മെല്ലെ വിളിച്ചു. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛേ, ഞാൻ സങ്കടപ്പെട്ട രഞ്ജു അങ്ങൾ സഹിക്കില്ല, അമ്മയ്ക്ക് സങ്കടാകും. കണ്ണും കവളുമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മോള് അച്ഛയുടെ പൊന്നുമോളെ വിഷമിക്കേണ്ട. എൻ്റെ മോളുടെ ആഗ്രഹം നടത്തിത്തരാൻ അച്ഛൻ ശ്രമിക്കും. കാരണം എൻ്റെ മോളെ വിഷമിക്കുന്നതും എനിക്കും കാണാൻ കഴിയില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ പറഞ്ഞിട്ട് കണ്ണുകൾ മുറുക്കി അടച്ചു പ്രവീൺ. മുരളിയുടെ വീട്ടിൽ നിന്ന് തിരികെ പോകുമ്പോൾ അവളുടെ മുഖത്ത് സങ്കടമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അഭിക്ക് നിരഞ്ജനും ആശ്വാസമായതും. അവിടെ എന്താണ് സംസാരിച്ചെന്ന് വേദു പറയുകയോ അഭിയോ നിരഞ്ജനോ അതേക്കുറിച്ചൊന്നും അവളോട് ചോദിക്കുകയോ ചെയ്തില്ല. അഭിയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. ആര്യ അവിടെയാണുള്ളത് എന്നറിയുന്നത് കൊണ്ടാണ് നേരി അങ്ങോട്ട് പോയത്. തങ്ങളെ കാത്തിന്നോണം ഉമ്മർത്ത് തന്നെ ഇരിക്കുന്ന ആര്യയെ കണ്ടതും കാറിൽ നിന്നും ഇറങ്ങിയ വേദു ഓടി വന്ന് അവളെ കെട്ടിപ്പുണർന്നു. മോളെ. വേദു. എന്താടാ? തന്റെ നെഞ്ചോട് ചേർന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ആര്യ പേരോടെ തിരുക്കി. അവിടെ അവളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടായി കാണുമോ എന്നായിരുന്നു ആര്യ ചിന്തിച്ചത്. വേദു, കാര്യം പറയുന്നുണ്ടോ നീ? തന്നെ കൂടുതൽ മുറുക്കി പിടിക്കുന്നവളെ പൊതിഞ്ഞു പിടിച്ച് ചോദിക്കുമ്പോൾ ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മോള് പറഞ്ഞിട്ട് ആര്യ വേദനയുടെ മുഖം ഉയർത്തി നിരഞ്ജനെ നോക്കി. അവൻ കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. വേദമോളെ. നിരഞ്ജൻ അവളെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് വിളിച്ചു. വേദു അന്നിരിപ്പിൽ നിന്നുകൊണ്ട് ഒന്ന് മൂടി. എന്താ പറ്റിയേ? ഇവിടെ എത്തും വരെയും എൻ്റെ കുഞ്ഞിന് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് സങ്കടമൊന്നുമില്ല. ആര്യയുടെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേദു പറഞ്ഞു. പിന്നെ എന്തിനാ ഇപ്പൊ കണ്ണു നിറയ്ക്കുന്നത്? അവളെ അടുത്തേക്ക് പിടിച്ച് നിർത്തിക്കൊണ്ടാണ് നിരഞ്ജൻ ചോദിച്ചത്. അവിടെ നിന്ന് അച്ചോട് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ തോന്നി. ഇവിടെ വന്ന അമ്മയെ കണ്ടപ്പോൾ സങ്കടം വന്നു. എൻ്റെ അമ്മയോട് ഒത്തിരി ഇഷ്ടം തോന്നി. ആര്യ കെട്ടിപ്പിണർന്ന് കവളിലും നെറ്റിയിലുമൊക്കെ ഉമ്മ വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞത്. അല്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു പൊളിയല്ലേ? വാത്സല്യത്തോടെ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞിട്ട് ആ അമ്മയും മകളെയും ഒരുപോലെ പൊതിഞ്ഞ് നെഞ്ചിലേക്ക് ചേർത്ത് നിരഞ്ജൻ. ആ മൂന്നിൻ്റെയും ഒന്ന് ചേർന്നുള്ള നിൽപ്പ് കാണി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ നിറകണ്ണുകൾ ഒപ്പിയാവി. അതിലേറെ ആശ്വാസത്തോടെ സന്തോഷത്തോടെയും വാതിൽക്കൽ നിന്ന രാധികയെ കൂട്ടി വീണിലേക്ക് കയറിപ്പോയി. അവർക്ക് ഇരുവർക്കും നിവിയോടുള്ള അളവറ്റ സ്നേഹം തോന്നി. ഈ ഭാഗ്യമൊക്കെ തങ്ങൾക്ക് നിന്നത് അവളാണല്ലോ. 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മാംഗലത്തിൽ ഒരു വലിയ വിശേഷം നടന്നു. നമ്മുടെ വേദു, അല്ല നിരഞ്ജന്റെ വേദമോളെ, വെറും വേദയില, ഡോക്ടർ വേദ വിവാഹിതയായി. അവളെ പാതിയായി വന്നതും ഡോക്ടറാണ്. അവൾക്കൊപ്പം ജോലി നോക്കുന്ന ഡോക്ടർ യദു കൃഷ്ണൻ. വേദയെ കൂടെ കൂട്ടണമെന്ന് യദുവിന് തോന്നിയ നിമിഷം തന്റെ അച്ഛൻ ഡോക്ടറായ കൃഷ്ണകുമാറിനെയും അമ്മ ഡോക്ടർ ശ്രീലതയും കൂട്ടിവന്ന് നിരഞ്ജനെ കണ്ട് ആ കാര്യം പറയുകയായിരുന്നു. മോൾക്ക് യദുവിന് ഇഷ്ടമാണോ എന്ന് നിരഞ്ജന്റെ ചോദ്യത്തിന് പപ്പായ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്നായിരുന്നു വേദുവിന്റെ മറുപടി. അന്വേഷിച്ചപ്പോൾ നല്ലൊരു കുടുംബം, നല്ല പയ്യൻ. വേദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്ക് വേദിയോടും നിരഞ്ജനോടും വല്ലാത്ത സ്നേഹം. നിരഞ്ജന് പിന്നെ ആ ബന്ധം നടത്താമെന്ന് സമ്മതിക്കാൻ കൂടുതൽ ആലോചിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഇന്ന് നിരഞ്ജന്റെ വേദമുള്ള താലികെട്ട് മാംഗല്യത്തിന്റെ മുറ്റത്ത് കെട്ടി അലങ്കരിച്ച കതിർമണ്ഡപത്തിൽ മുതിർന്നവരുടെ ആശീർവാദത്തോടെ നടന്നു. ഇനി അവൾ യാത്ര ചോദിച്ച് വരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് അരമണിക്കൂർ യാത്രയുള്ളൂ. എങ്കിലും ഇന്ന് മുതൽ താൻ പൊന്നുപോലെ കൊണ്ടു നടന്ന തന്റെ പൊന്നോമനെ മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടക്കുകയാണ്. അതിന്റെ വേദന പുഞ്ചിരിക്കുന്നെങ്കിലും നിരഞ്ജന്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. പ്രവീണും മുരളിയും ഉൾപ്പെടെ എല്ലാവരോടും യാത്ര ചോദിച്ച് ഒടുവിലാണ് അവൾ നിരഞ്ജനടുത്തേക്ക് വന്നത്. പപ്പയെ വിങ്ങളോടെ അവൾ വിളിച്ചതും നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചു. സന്തോഷത്തോടെ പോയിട്ട് വാ, പപ്പയെന്നും എന്റെ മോളുടെ കൂടെ ഉണ്ട് പറഞ്ഞുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർന്ന് നനപൂർന്ന മിഴികളോടെ നിൽക്കുന്നവളെ നെറ്റിയിൽ മുത്തി യദുവിന് അടുത്ത് കാലിലേക്ക് കയറ്റിയിരുത്തി നിരഞ്ജൻ. രഞ്ജു പപ്പയെ, ചേച്ചിയമ്മയുടെ കൂടെ ഞാനും യദുവും വിച്ചുവും പോകുന്നുണ്ട്. വൈകിട്ട് പപ്പയൊക്കെ വരുമ്പോൾ ഞങ്ങൾ വന്നേക്കാം.
പറഞ്ഞുകൊണ്ട് രണ്ടാളെയും കൂട്ടി ആ കാറിന്റെ പിൻസീറ്റിലേക്ക് ചാടിക്കേറി ഇരിപ്പ് പിടിച്ചു. 9ാം ക്ലാസ്സുകാരനായ നിവേദ്, അഭിജിത്ത് എന്ന നിച്ചു. അവർ കൂടെ കയറതും ഏത് പുഞ്ചിരിയുടെ യാത്രയാക്കാൻ നിൽക്കുന്ന എല്ലാരെയും നോക്കി കൈ വീശിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അബിയുടെയും നിവിയുടെയും ഒരേയൊരു പുത്രനാണ് നിവേദ്. സച്ചിയുടെയും അഞ്ജുന്റെയും മോനാണ് 12 വയസ്സുകാരനായ വിച്ചു എന്ന് വിളിക്കുന്ന വിഹാൻ. ഇനി ആദു. ആര്യയുടെയും നിരഞ്ജന്റെയും പ്രണയം വലിയ പൊത്ത നറുപുഷ്പം 11 വയസ്സുള്ള ആദിദേവ് എന്ന ആദു. രഞ്ജു എങ്കിളെന്ന് വിളി മാറ്റി വേദു പപ്പ എന്ന് വിളിക്കുന്നത് കേട്ടാണ് ആദ്യം നിച്ചു രഞ്ജി പപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത്. തുടർന്ന് അങ്ങോട്ട് തന്നെ വിച്ചുവും ആദുവും ഒക്കെ അതേ വിളി തന്നെ തുടർന്നു. അതുപോലെ മൂവർക്കും വേദ ചേച്ചിയമ്മയുമാണ്. രഞ്ജു നിറമിഴിയോടെ തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആര്യെ ചേർത്ത് പിടിച്ചകന്നു പോകുന്ന കാർ നോക്കി ആലോചനയോടെ നിന്ന് നിരഞ്ജൻ തൊട്ടടുത്ത് നിന്ന് ഒരു വിളി കേട്ട് മുഖം തിരിച്ചു നോക്കി. രഞ്ജു, ഞങ്ങൾ ഇറങ്ങുവാണ്. ഇപ്പൊ തിരിച്ചാൽ രാത്രി ഒരുപാട് വൈകും മുൻപ് അങ്ങെത്താം. നിരഞ്ജന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവീൺ പറയുമ്പോൾ പ്രവീണിന്റെ ഭാര്യ നിതയും മുരളിയും അവന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. പ്രവീൺ തന്റെ ഭാര്യയെ നിത്യയ്ക്കും മുരളിക്കും അവന്റെ ഭാര്യയ്ക്കുമൊപ്പമാണ് കല്യാണത്തിന് വന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 10-12 വർഷം കഴിഞ്ഞെങ്കിലും കുട്ടികളില്ല അവർക്ക്. നിത്യ ഒരു പാവമാണ്. പ്രവീൺ ആളാകെ മാറി. ഇടയ്ക്കിടെ വേദുവിനെ കാണാൻ ഭാര്യയും ഭർത്താവും ചേർന്നാണ് വരിക. നിത്യയുടെ ഇരട്ട സഹോദരി നിധിയാണ് മുരളി വിവാഹം ചെയ്തത്. അവർക്കൊരു മകളാണുള്ളത്. രഞ്ജു ഒന്നും മിണ്ടാതിനെ നോക്കി ചിന്തിച്ചു നിൽക്കുന്നവനെ ഒന്നുകൂടെ വിളിച്ചു പ്രവീൺ വൈകിട്ട് മോളുടെ വീട്ടിൽ പോയാ പോരെ ചോദിച്ചിട്ട് നിരഞ്ജൻ അവരെ മാറി മാറി നോക്കി. ഇന്നില്ലടും, ഞങ്ങൾ പിന്നീട് ഒരു ദിവസം ചെല്ലാമെന്ന് മോളോടും മോനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രഞ്ജു ഇന്നിപ്പോ ഇറങ്ങുവാണ്. നിരഞ്ജന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു നിമിഷം നിൽക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവീണിന്റെ കണ്ണുകൾ തുളുമ്പിപ്പോയിരുന്നു. അവന്റെ ആ വിഷമം മനസ്സിലായതുപോലെ നിത്യ അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചിരുന്നു. ചിലപ്പോൾ ദൈവം പ്രവീണിന് കൊടുത്ത ശിക്ഷയാകും പിന്നീട് ഒരു കുഞ്ഞവനുണ്ടാകാതെ പോയത്. അതുപോലൊരു ശിക്ഷ വിമലയ്ക്കും കിട്ടി. ഷുഗർ കൂടി കാലം മുറിച്ച് കളയേണ്ടി വന്നു. മനുവാകട്ടെ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. അവന് നിവിയല്ലാതെ ഒരു പെണ്ണിനെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പണം സ്വത്തും മോഹിച്ചു പോയവർക്ക് ജീവിതം പോലും നഷ്ടമായ അവസ്ഥ. എല്ലാം കാലത്തിന് നീതി നടപ്പാക്കലാവാം. വൈകിട്ട് അവൻ കാത്തിരുന്നതുപോലെ അബിയും നിവിയും സച്ചിയും മഞ്ജുവും രാധകയും നിരഞ്ജനും ആരെയും വേദമുള്ള വീട്ടിലേക്കെത്തി. അവിടുത്തെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് അതിനിപ്പം തുള്ളി പിള്ളേർ സെറ്റിനെ പിടിച്ചുകൊണ്ട് പോയി ഫുഡ് കഴിപ്പിച്ച് കഴിഞ്ഞ് വന്ന് പോകാൻ ഇറങ്ങുമ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഫോട്ടോ കൂടി എടുക്കാമെന്ന് യേതു പറഞ്ഞത്. അതനുസരിച്ച് ഫോട്ടോ എടുക്കാൻ യേതുവിന്റെ അച്ഛനും അമ്മയും അബിയും നിരഞ്ജനും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം മുഴുവനും യേതുവിനും വേദയ്ക്കും ഒപ്പം നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ അറിയാതെ പറഞ്ഞുപോയി, എത്ര സന്തോഷമുള്ളൊരു കുടുംബം.